ഭരണപക്ഷത്തെ ഒന്നാകെ അടിച്ചമർത്തി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി താണ്ഡവമാടിയതിന്റെ ഞെട്ടലിലാണ് ബി.ജെ.പി. നേതാക്കന്മാർ എന്ന് കാണാം. തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ തുടങ്ങിയ സഭ വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണെന്ന് പിന്നീടാണ് ബി.ജെ.പിക്കാർക്ക് ബോധ്യമായത്. രാഹുൽ എണീക്കുമ്പോൾ പതിവ് പ്രസംഗമാണെന്ന ധാരണയിൽ ചിരിക്കുന്ന ബി.ജെ.പി. നേതാക്കന്മാരെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആ ചിരി മാഞ്ഞു. ഒടുവിൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് രാഹുൽ തിരികെ ഇരിക്കുമ്പോഴേക്കും മോദിയും കൂട്ടരും തകർന്നു പോയതായി ശരീരഭാഷ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതേസമയം പ്രസംഗത്തിന് പിന്നാലെ ബി.ജെ.പി. ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ വിവിധ ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയത് ഇതിന്റെ തെളിവായി കാണാൻ സാധിക്കും. ഹിന്ദുക്കളുടെ പേരിൽ അക്രമം നടക്കുന്നുവെന്ന പരാമർശവും RSSനെതിരായ പരാമർശവുമാണ് നീക്കിയത്. ഹിന്ദുമതം ഭയവും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കാനുള്ളതല്ലെന്ന് പറഞ്ഞ രാഹുൽ ഹിന്ദു മൂല്യങ്ങളെ ബി.ജെ.പി. തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെയും വിമർശിച്ചിരുന്നു. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്ന രാഹുലിന്റെ പ്രസംഗം ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചിരുന്നതായി നേരത്തെ ബോധ്യമായതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് സഭയിൽ നിന്ന് രേഖകൾ നീക്കിയത്. എന്നാൽ രാഹുൽ പറഞ്ഞ കാര്യം സഭ TV വഴി ലോകം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് രാഹുൽ മുന്നോട്ട് വെച്ച നിലപാടുകൾ പ്രസക്തമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി പ്രസംഗം രേഖകളിൽ നിന്ന് നീക്കിയാലും അതുകൊണ്ട് ബി.ജെ.പിക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നടത്തിയ പ്രചാരണങ്ങൾ, നീറ്റ് പേപ്പർ ചോർച്ച, അഗ്നിവീർ പദ്ധതി, മണിപ്പൂർ തുടങ്ങിയവയാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചത്. നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും കിരൺ റിജിജുവിനും രാജ്നാഥ് സിംഗിനും വരെ രാഹുലിന്റെ കടുത്ത വിമർശനത്തിന്റെ ചൂട് ഏറ്റുവാങ്ങേണ്ടി വന്നു. ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാട്ടിയ രാഹുൽ പിന്നീട് പ്രസംഗത്തിനിടെ ദൈവങ്ങളുടെ ചിത്രങ്ങളും എടുത്തു കാട്ടിയാണ് സംസാരിച്ചത്. മതമൈത്രിയെക്കുറിച്ച് സംസാരിക്കാൻ ബി.ജെ.പിക്ക് അവകാശമില്ലെന്ന് ആരോപിച്ചായിരുന്നു രാഹുൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയത്. പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയുള്ള രാഹുലിന്റെ പ്രസംഗമാണ് ബി.ജെ.പിയെ ഏറ്റവും വലിയ കലിപ്പിലെത്തിച്ചത്.